ഹലോ ഗൈസ്, നമ്മളപ്പം വീഡിയോ ലാസ്റ്റ് എന്തൊരു വീഡിയോ ഇട്ടെ നമുക്ക് എന്ത് വീഡിയോ ഇടണമെന്നൊന്നും അറിയത്തില്ല. വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം തന്നെ അതൊക്കെ നമ്മൾ ചുമ്മാ ഫണ്ട് കിട്ടുന്നല്ലേ. നമ്മളിപ്പം വരുന്നപ്പം നമ്മളിതുണ്ടോ കുറച്ച് മുട്ടനായി കഴിക്കാൻ പോവാണ്. നമ്മുടെ ഫേവറേറ്റായ പയർ തോരനീസ് ഇത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് മുട്ട നമ്മുടെ സാധനം പുകഞ്ഞു. ഈ ഗ്യാസിന് ചെറിയ സീനുണ്ട് ഗൈസ്. ഇതിങ്ങനെ കുറച്ച് വെച്ച് കഴിയുമ്പോൾ ഓഫായി പോകും. അയ്യോ, ഓഫായി പോയി കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ. ഇനി നമുക്കൊരു ഐഡിയ ഇപ്പറേ കത്തിക്കാം. ഈ ഗ്യാസിന് കുഴപ്പമില്ലാതെ ഈ ഗ്യാസാണ് കുഴപ്പം. നമുക്ക് തൽക്കാലം ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതെടുത്ത് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു തന്നത് നമ്മളിപ്പം നാളെ ട്രിപ്പ് പോവാണ്. നമ്മുടെ വീട്ടുകാരും വീട്ടുകാരുടേതായിട്ടൊരു ട്രിപ്പ് പോവാണ്. നമ്മളും അൽഫോൺസൊക്കെ അല്ലേ, അതായത് എൻ്റെ അമ്മയുടെ അനിയൻ്റെ വീട്ടുകാരും ഞങ്ങളും ട്രിപ്പ് പോകണം. ട്രിപ്പൊന്നുമല്ല, പിന്നെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോകുന്നതാണ്. ഇങ്ങനെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവധിക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ പൂജാവധിയാണല്ലോ. അപ്പോൾ പൂജാവധിക്ക് നമ്മൾ ട്രിപ്പ് പോകാൻ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നാളത്തെ കഴിഞ്ഞാണ് പോകുന്നത്. നമ്മൾ അതിൻ്റെ വ്ളോഗ് എടുക്കാൻ പറ്റും. വ്ളോഗ് എടുക്കത്തില്ല. അപ്പം നമ്മളിപ്പം വന്നത്, ഞാൻ ഭയങ്കരമായിട്ട് ബോറടിച്ച് കേസ് ഒറ്റയ്ക്കിരുന്നു. എന്ത് ചെയ്യാനെന്ന് അറിയത്തില്ല. കുറച്ച് നോട്ടൊക്കെ എഴുതാനുണ്ട്, അതൊന്നും എഴുതാൻ പറ്റുന്നില്ല. പകരം നമ്മളിപ്പോൾ എന്നാ ചെയ്തു, നമ്മൾ എണ്ണ ഒഴിച്ച് മുട്ട ഉണ്ടാക്കി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? കേസ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇതെല്ലാം ഒന്ന് എഴുതിട്ടുണ്ടേ. അപ്പോൾ കേസ് നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഇതാവണം. നമുക്കിപ്പം തൽക്കാലം ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഈ മുട്ട ഇങ്ങനെ മൂടി വെച്ചുണ്ടാക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും ഗൈസ്. അത് നൈസാണ്. ആഹാ, നമ്മുടെ ചൂട് സാധനം ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ തിന്നാൻ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ തിന്നുന്നില്ല. ഗൈസ്, ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഇതിൻ്റെ മുട്ട ഉണ്ടായെന്നറിയോ? ഫുഡ് കഴിക്കുന്നില്ല. സമാധാനം കിട്ടാണ് ഗൈസ്. സമാധാനം നമ്മൾ ഫുഡ് കഴിച്ചാൽ മതി. നമ്മൾ അസ്വസ്ഥപ്പെട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പം നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടി വർക്ക് ചെയ്ത് നമ്മുടെ അസ്വസ്ഥതയെല്ലാം മാറ്റും. നമ്മുടെ മാതാജി ഗൈസ്, വേറെ രസം, നമ്മൾ നാളെ പോകുന്നതിൻ്റെ ടെൻഷൻ. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അമ്മേൻ്റെ പ്രശ്നത്തിലല്ല ഭയങ്കര ടെൻഷൻ അടിച്ച് മൊത്തം പ്രശ്നമാക്കിയിരിക്കുകയാണ്. അപ്പം ഇന്ന് വൈകിട്ട് അമ്മ അച്ഛൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് റെഡിയാക്കി ഫുഡൊക്കെ റെഡിയാക്കി നാളെ ഉച്ചയ്ക്കത്തെ രാവിലത്തെ കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു. മേ ബി 2 ദിവസം കാണും, അല്ലെങ്കിൽ നാളെ തന്നെ പോരും. 2 ദിവസം കാണുമായിരിക്കും, അറിയത്തില്ല. മൂന്നാറാണ് പോകുന്നത്, മൂന്നാർ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കാര്യം ഞാൻ നോക്കാം. മുട്ട കണ്ട ഫാന്റാസ്റ്റിക്. അപ്പം നമുക്ക് ഒരു അതെടുക്കണം. ഇത് കഴുകി വെച്ചേക്കുന്നതാണ്, അതൊന്നും നമ്മൾ കഴുകുന്നില്ല. നമ്മളിത് ഇങ്ങനെ ഈ പാൻറ്റിൽ സുഖമില്ലാത്തതാണ്. ഇങ്ങനെ ഒന്ന് വട്ടം കിടക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഒട്ടിയിരിക്കാനുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് യെസ്, ബ്യൂട്ടിഫുൾ. വളരെ നന്നായിട്ട് നമ്മുടെ എനിക്ക് തവി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇത് മെല്ലനെ ഒന്ന് അടയ്ക്കാം. അതാകട്ടെ, അടഞ്ഞിരുന്ന് റെഡി ആകട്ടെ. അപ്പോൾ ഇതിൻ്റെ തലച്ചൂട് പോയെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ആട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ 3 ഒന്നായിട്ടില്ല. അപ്പം നമ്മൾ ഈ മുട്ടനായി കഴിക്കുന്നത് നമ്മുടെ വയറ് നിറയാണ്. മുട്ട എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ കഴിക്കുന്ന നമ്മുടെ വയറ് നിറയും. പക്ഷെ നമ്മൾ കാർബ് കഴിച്ചാൽ നമ്മുടെ വയറ് പെട്ടെന്ന് നിറയത്തില്ല. അപ്പോൾ നമ്മൾ ചോറ് മാത്രമേ നമ്മൾ ഒത്തിരി ചോറ് തിന്നിട്ടില്ല. പക്ഷെ മുട്ടയും ഒരു 2-3 മുട്ടയൊക്കെ കഴിച്ചാൽ ഹെൽത്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ സങ്കടമല്ല, അസ്വസ്ഥത വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇങ്ങനെ ചൂയൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിച്ച് വിഴുങ്ങി പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ റിലാക്സ് ആവും എന്നാണ് എൻ്റെ നിഗമനം. ഗൈസ്, നമ്മുടെ മുട്ട ഇങ്ങനെ പഫി ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കിയിട്ട് ഗൈസ്, ഞാൻ ഇങ്ങനത്തെ ചെറിയ പാത്രത്തിലാണ് ഇടയ്ക്ക് കഴിക്കുന്നത്. ഇങ്ങനെ വിശന്നിരിക്കുക നമ്മളിങ്ങനത്തെ ചെറിയ പാത്രത്തിൽ കഴിക്കണം. ഓക്കെ, ഇനി ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് പീസ ആക്കാൻ പറ്റില്ല. പീസ ഭയങ്കര പഫി ആയിട്ടാണ് കേസ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇത് ചെറിയ ചൂടാണ്. ഇത് നമ്മളെടുത്ത പാത്രമാണ്. എല്ലാം നമുക്ക് ഇനി വാഷ് ഔട്ട് ചെയ്യണം. ഇതിവിടെ വെച്ചേക്കാം. ഇവൻ തടക്കട്ടെ. നമ്മൾ കഴിച്ചിട്ട് വരുമ്പോൾ തടക്കും. ഇനി നമുക്ക് കുറച്ച് ചോറ് കൊടുക്കാം. ഞാൻ പറഞ്ഞു തന്നത്, നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാൽ കഴിക്കുന്ന കാര്യമില്ലല്ലോ. പക്ഷെ സങ്കടം വരുമ്പോൾ ഫുഡ് കഴിക്കുക. അല്ല, സൂപ്പർ ചോറ്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗുണം. നമ്മളിങ്ങനെ ഈ സൈഡിൽ കുറച്ച് ചോറിടുക. ഇത്രയും ചോറൊന്നും അല്ല നമ്മൾ കഴിക്കുന്നത്. കുറച്ചുകൂടെ ചോറിടുക. കുറച്ചുകൂടെ ചോറ് നമ്മൾ കഴിക്കും. കുറച്ചുകൂടെ ചോറ്
നമ്മൾ ഇത്രയും ചോറ് കഴിക്കുന്നുള്ളൂ ഗൈസ്. നമ്മളെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്. നമ്മൾ ഒത്തിരി ചോറ് കഴിച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. സിനിമോളെ സിനി ഇതെടുക്കാവോ? പയറ് ആ ചൂടാക്കി വെച്ചേക്കുന്നേ. ഞാൻ ഒരു സ്പൂൺ എടുക്കുവാണ് അതിനകത്ത്. ഞാനേ ഈ സ്പൂൺ ഇതൊക്കെ കഴുകി വെച്ചേക്കുന്നതാണ്. ഇതെടുത്ത് മാറ്റാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഈ പയറെന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഈ പയറും ജസ്റ്റ് ഒരു സ്വർഗ്ഗ അവസ്ഥയാകട്ടെ. നമ്മളിങ്ങനെ വിശന്ന് കൊട്ടൽ കഴിഞ്ഞിരിക്കുമ്പം ഈ പയറും സാമ്പാറും മാങ്ങാച്ചാറും പറ്റുവാണ് ഒരു അയല വറുത്തതും. അതിലും വലിയൊരു സന്തോഷമില്ല. മൈ ഫേവറേറ്റ് കോംബോ. ഇതിവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണോ അത് ഇങ്ങോട്ട് കൊണ്ടുവരണോ? ഇല്ല, താഴെ പോകത്തില്ല. ബാലൻസ്. നമ്മൾ അല്പവേ കഴിക്കും. അയ്യോ കായ്സ് ബുൾഷിറ്റ്. സാരമില്ല, നമ്മൾ കളയാം. നമ്മൾ കുറച്ച് കഴിക്കാവൂ. വീട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുറച്ച് കഴിക്കാവൂ. അപ്പം അത് റെഡിയായി. ഹായ്, നമ്മൾ പോയി. ഇനി നമ്മൾ സ്പൂൺ ഇതിനകത്ത് ഇട്ടേക്കാം. അടുത്ത ആൾക്ക് എടുക്കേണ്ടതല്ലേ. ഇതൊന്ന് ക്ലീൻ ഔട്ട് ചെയ്യണം. ഞാൻ ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ അത് റെഡിയാക്കി. നമുക്ക് 2 മീൻ വറുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മീൻ വറുത്ത് നമ്മൾ എടുക്കും. ഇതിൻ്റെ അകത്ത് പയറ് പറഞ്ഞ ഗൈസ് വില്ലാളി വീട്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചോണം. ആ വേസ്റ്റ് കൊണ്ട് പറമ്പിൽ കളഞ്ഞോണം. അല്ലെങ്കിൽ വീഡിയോ എടുക്കാം. ഇത് യൂട്യൂബിൽ വന്നാലുണ്ടല്ലോ അതേ മറ്റേ എൽസമാൻ്റെ ഒക്കെ കാണില്ല. ശരിക്കത്തില്ല ഗൈസ്, അമ്മ ടെൻഷനിലാണ്. അമ്മ വലിയ ടെൻഷനിലാണ്. അപ്പോൾ നമ്മളെ ഫുഡ് പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ മോരുണ്ട്, ഒരു മുട്ട. അമ്മേ സിനിമോളെ ഞാൻ അടച്ചായിരുന്നു. നമ്മളൊരു ഫാക്റ്റാണ് വിളിക്കുന്നത്. ഞാൻ കൊണ്ടുവിടാം. അൽഫോൻസ് എനിക്കൊരു സാധനം കൊടുക്കാനുണ്ട്. എന്ത് വിളിച്ചു പറഞ്ഞു? ഞാൻ എടുത്തോളാം. അപ്പൊ ഞാനും അമ്മയും കൂടെ ആണ് ഫുഡ് കഴിക്കാൻ. നമുക്ക് ഈ പകുതി മുട്ട വേണം ചേച്ചി. നമ്മൾ നാളെ എവിടെയാ പോകുന്നത്? സർപ്രൈസ് ആണോ? 6 ദിവസം നമ്മൾ അയ്യോ every instructions are given by guys. ജ്യൂസ് കുടിക്കാൻ പോവാം. നമുക്ക് ജ്യൂസ് കിട്ടില്ല. കാറൊന്നും പോകത്തൊന്നുമില്ല. പിന്നെ കാറിന് ഡീസൽ ഇനി തന്നെ അത് വെറുതെ കത്തിക്കുന്നത്. പിന്നെ നിന്നെ അമ്മേനെ ഞാനാണോ ഉണ്ടാക്കുന്നത്? എല്ലാം കൊണ്ടുപോകണോ അമ്മേങ്ങ്? ഞാനും അമ്മയും കൂടെ പോകും. അമ്മ ഇത് യൂട്യൂബ് ഗെയ്സ് ഒക്കെ കാണും ഗൈസ്. അമ്മ ഭയങ്കര വയലന്റ് ആണ്. ആ നോട്ടം കണ്ടോ? പക്ഷെ അത് കിട്ടിയില്ല. നമ്മളിത് ഇത് കണ്ടോ, നല്ല അമ്മ ഉണ്ടാക്കിയ നല്ല സൂപ്പർ മോര് ഇങ്ങനെ കോരിയെടുത്ത് ഒഴിച്ച് നമ്മൾ കുറച്ചേ കഴിക്കാം ഗൈസ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഫുഡ് കഴിക്കേണ്ടതാണ്. അമ്മ എത്രയും കഴിക്കും, നമ്മൾ ഇത്രയും കഴിക്കുന്നുള്ളൂ. ഇനി നമ്മൾ അയ്യോ മുട്ട മുറിഞ്ഞു പോയി സാരമില്ല. അതിനമ്മേ അതിന് വേഗം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഇനി ഇത് കഴിക്കണം. നാളെ ഇപ്പം നമ്മൾ മൂന്നാർ പോവാം അല്ലേ അമ്മേ? നാളെ നമ്മൾ എവിടെ പോകുന്നു പറ. നോട്ടം കണ്ടോ അമ്മ? യൂട്യൂബിൽ വരും കേട്ടോ ഇതൊക്കെ, കേട്ടല്ലോ അമ്മ. സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കാണും. അമ്മ ഇങ്ങനെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം മാറും. അമ്മയുടെ മുഖം മാറിയാൽ കുടുംബത്തിൻ്റെ സമാധാനം തന്നെ മാറി തരും. അല്ലേ മോനെ? ഇനി ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കണം. നാളെ പോകണം. നമ്മളെന്തിനാ ഈ വ്ളോഗ് എടുത്താൽ അറിയാമോ? അമ്മേനെ കാണിക്കാൻ. അമ്പോ കരിപ്പറ്റീമാ. ജോസു എല്ലാം റെഡിയായോ? നമ്മുടെ ലൈറ്റ് ഓഫ് ആയി പോയി. ചേട്ടായി കാണിക്ക്. ചേട്ടായി ടേൺസ് ടു എന്താടാ? ട്രഷറർ. എന്തിന്റെയാ? വായിക്കേ. PG submitted. yes submit. അതിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ കാണിച്ചു. സബ്മിറ്റിയുടെ സ്പെല്ലിംഗ് ഒന്ന് കാണിച്ചേ. വായിച്ചത്
സബ്മിറ്റ്. സബ്മിറ്റ്. അതിന്റെ സി എന്നാത്തിനാ? സി എന്നാത്തിനാ? സി ആണ്. സബ് എന്നാത്തിനാ? കട്ടുന്ന വായിക്ക്, ഇനി വായിക്ക്. സബ് കമ്മിറ്റ്. സബ് കമ്മിറ്റ്. ഇനി ഇവർ നയിക്കും. സബ് കമ്മിറ്റി. സബ് കമ്മിറ്റി ഇനി ഇവർ നയിക്കും. യാ. ചേച്ചി റെഡിയാണോ നാളെ പോവാൻ? റെഡിയാണോ? ഷൂ ഇല്ലേ? ഷൂ അവന്റെ ക്രോക്സ് എടുക്കാം. എനിക്ക് ഷൂ ഇല്ല, ഞാൻ ചെരുപ്പിട്ടുണ്ട്. അപ്പൊ അമ്മ റെഡിയാ. നമുക്ക് നാളത്തോട്ട് കാണാം. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡിന് മുമ്പ് ഒന്ന് വില പറയുന്നു. ഇതിനകത്ത് ആകെ കുറച്ച് മുട്ടയേ ഉള്ളൂ. ആകെ 3 മുട്ടയുള്ളൂ. അത് ഞാൻ ചേച്ചിക്കാം. ചുമ്മാ ഒരു മുട്ട പൊരിച്ചുള്ളൂ. ഇല്ല ഞാനൊരു മുട്ട പൊരിച്ചുള്ളൂ. സത്യം ചേച്ചി ഫുഡ് വേസ്റ്റ് ആകത്തില്ല. അപ്പൊ ബൈ ബൈ. നമുക്ക് നാളെ കാണാം. ചേച്ചി തള്ള ചേച്ചിക്ക് ഒരു വൈബില്ല കേസ്. ഇനി നമുക്ക് നാളെ കാണാം, പിന്നെ കാണാം. വേറെക്കല്ലേ. ബൈ ബൈ ഗൈസ്. ഗൈസ് ബൈ ബൈ. ചേട്ടൻ ഉണ്ടായിരുന്നു ഉഷാറായല്ലേ വ്ളോഗൊക്കെ. ചേട്ടൻ ഉണ്ടായിരുന്നു ഉഷാറായ. യെസ്. കലിപ്പിന്റെ സിമ്പിൾസാ. ഇനി ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുളും. തക്ക തക്ക തക്ക. ഗൈസ് ബൈ ബൈ. ഫുഡ് കഴിക്കാൻ കുറെ നല്ലതല്ലേ? വെറുപ്പിക്കും ഗൈസ്, വെറുപ്പിക്കും. നമ്മളപ്പം നമ്മൾ പറഞ്ഞു ഞാനിന്ന് കൊടുക്കാന്ന് മെസ്സേജ് എന്നാറിയോ? സങ്കടം വരും നമ്മൾ ഫുഡ് കഴിക്കുമ്പോ. ഇതുപോലെ തന്നെ ഒരു കുഞ്ഞി കലത്തിൽ ഉണ്ടാക്കി വെച്ച ചോറ മൊത്തം നമ്മൾ കുറച്ച് കഴിക്കാറുള്ളൂ. കാരണം വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് വേണ്ടി നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കാം. നമ്മുടെ സങ്കടം വരുമ്പോൾ നമ്മളിങ്ങനെ മീനെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു മുട്ട പൊരിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് കുറച്ച് പയറും എടുത്തിട്ട് ഇളക്കിയിട്ടിങ്ങനെ. മീൻ ഒരു കഷ്ണം കൂടെ ഉള്ളല്ലോ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ പറ. അമ്മ സിജു പറയാമോ? ഇതൊക്കെ അമ്മയുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേരെ അറിയോ? 300. അവിടെ ചെല്ലുമ്പോ അമ്മയോട് ചോദിച്ചു, നീ എന്തിനാ അവരോട് ഞാനോ? അമ്മ 319 പേരുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ്, അറിയാവോ? അതിനകത്തൊരു 6-7 പേര് ദിവസം വീഡിയോ ഒക്കെ കാണും. എന്റെ അടുത്തുള്ള കൂട്ടുകാരെ ഈ ഇടയ്ക്ക് എന്നെ ഇതിനെപ്പറ്റി അറിയുന്നത്. പിന്നെ നമുക്ക് യൂട്യൂബ് ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് മെസ്സേജ് ഒക്കെ ഫാൻസ് മെസ്സേജ് ഒക്കെ അയക്കാൻ തുടങ്ങി. ഞാൻ വെച്ചോളാം. ബോലോ ടു മീ ഗൈസ്. നമ്മളെല്ലാം ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ബൈ ബൈ. നാളെ പരിപാടി ഉണ്ട്. നമുക്ക് ബൈ ബൈ ഗൈസ്.